മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തുമ്പോഴും മുഖ്യമന്ത്രി ആരാകുമെന്ന സസ്പെൻസ് തുടരുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ലെന്ന് ഏക്നാഥ് വ്യക്തമാക്കിയതോടെ ദേവേന്ദ്ര ഫട്നാവിസിനാണ് സാധ്യത. എങ്കിലും ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ഇതുവരെ തീരുമാനം പുറത്തുവിട്ടിട്ടില്ല. സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി നേതാക്കൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്തിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, നമുക്കറിയാം ഇനിയും ആ സസ്പെൻസ് പുറത്തേക്ക് വന്നിട്ടില്ല. എന്നാലും ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇപ്പോഴും ആകാംക്ഷ തുടരുകയാണല്ലേ? ദേവിക, തീർച്ചയായും മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ആരെത്തും എന്നുള്ള ആകാംക്ഷ ഇപ്പോഴും തുടരുകയാണ്. അതിൻ്റെ സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ രാത്രി ഏറെ വൈകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. സംസ്ഥാനത്തെ നേതാക്കൾ ഏക്നാഥ് ഷിൻഡെ കൂടാതെ ദേവേന്ദ്ര ഫട്നാവിസ് തുടങ്ങി മഹായുദ്ധിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം ഈ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ പ്രഖ്യാപനം എപ്പോഴുണ്ടാകും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇന്നലെ തന്നെ ആ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളതായിരുന്നു മഹാരാഷ്ട്ര ബി.ജെ.പി സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയതെങ്കിലും ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസിന് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് വീണ്ടും ദേവേന്ദ്ര ഫട്നാവിസ് എത്താനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ ബി.ജെ.പിയെ സംബന്ധിച്ച് നമുക്കറിയാം ഏത് തീരുമാനവും വളരെ കൃത്യമായി അല്ലെങ്കിൽ വിലയിരുത്തലുകൾക്ക് ശേഷം നടത്തുകയും മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും പ്രതീക്ഷകൾക്കും വിലയിരുത്തലുകൾക്കും അപ്പുറത്തേക്ക് എപ്പോഴും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന പാർട്ടിയാണ്. കഴിഞ്ഞ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ എല്ലാം നിഗമനങ്ങൾക്കപ്പുറത്തേക്കായിരുന്നു മുഖ്യമന്ത്രി മുഖങ്ങൾ എത്തിയിരുന്നത്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും തീരുമാനങ്ങൾ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമോ എന്നുള്ളതും നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് ദേവേന്ദ്ര ഫട്നാവിസ് എത്താനുള്ള സാധ്യതയാണുള്ളത്. കാരണം ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈക്കൊള്ളുന്ന ഏത് തീരുമാനവും അനുസരിച്ച് മഹായുദ്ധി മുൻപോട്ട് പോകും എന്ന പ്രഖ്യാപനവും ഏക്നാഥ് ഷിൻഡെ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഷിൻഡെ പിൻവാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഷിൻഡെ മുഖ്യമന്ത്രി കസേരയ്ക്ക് അവകാശവാദം ഉന്നയിക്കാതിരിക്കുമ്പോൾ വളരെ കൃത്യമായ ആ സ്ഥാനത്തേക്ക് എത്തുക ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാണ്. വളരെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും ശിവസേന ഷിൻഡെ വിഭാഗവും NCP അജിത് പവാറും ഉൾപ്പെടുന്ന മഹായുദ്ധി അധികാരം നിലനിർത്തിയത്. 288 അംഗ നിയമസഭ, രാജ്യത്ത് UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജനസംഖ്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ ബി.ജെ.പി സഖ്യം അധികാരം നിലനിർത്തി. അവിടെ കോൺഗ്രസും ശിവസേന ഉദ്ധവ് വിഭാഗവും NCP ശരത് പവാർ വിഭാഗവും തകർന്നടിഞ്ഞ കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷം സർക്കാർ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു. മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഒപ്പം 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകുമെന്ന സൂചനകൾ ലഭിക്കുന്നു. ആഭ്യന്തരം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് നൽകുമോ അല്ലെങ്കിൽ ബി.ജെ.പി കൈകാര്യം ചെയ്യുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. ശരി.